ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലും എൻ്റെ ഒരു പരീക്ഷണമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൂരി ഉണ്ടാക്കിയത്, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കിഴങ്ങ് ഉപയോഗിച്ചിട്ടൊരു ഭാജി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് കാണുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പ്രഷർ കുക്കറിലാണെങ്കിൽ 2 വിസിൽ അടിക്കുന്നവരെ വേവിച്ചെടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഇത് വെന്തിട്ടുണ്ട്. സംഭവം വെള്ളം അല്പം കുറവായതുകൊണ്ട് തന്നെ വറ്റിപ്പോയി, അതുപോലെ തീയും കുറച്ച് കൂടിപ്പോയി. അപ്പോൾ നിങ്ങൾ വെള്ളം വറ്റാതിരിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഏതായാലും ഇതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം. കിഴങ്ങൊക്കെ അത്യാവശ്യത്തിന് നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം നമുക്ക്. ഇനി നല്ല ചൂടായിട്ടുണ്ട്, ചൂട് കുറച്ച് അധികമായിട്ടുണ്ട്. ഞാൻ കടുകിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരൽപ്പം ചനാദാൾ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2-3 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ സവാള അരിഞ്ഞതുണ്ട്, എടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കറിവേപ്പിലാണ് കേട്ടോ. അതെനിക്ക് കിട്ടിയില്ല, ലോക്ക്ഡൗൺ ഒക്കെ ആയത് കാരണം കറിവേപ്പിലൊന്നും കിട്ടാനില്ല. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്തത് ചെറുതായി അരിഞ്ഞെടുത്ത് ചേർത്തെടുക്കാം. ഒരു 2-3 പച്ചമുളകും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പ് കൂടി ചേർക്കാം, കൂടുതലാവണ്ട. നമ്മൾ കിഴങ്ങ് വേവിച്ചെടുത്തപ്പോൾ തന്നെ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കറിവേപ്പില നിർബന്ധമാണ് ഇതിൻ്റെ ടേസ്റ്റിന്, പക്ഷേ കറിവേപ്പില കിട്ടാനില്ല ഇപ്പോൾ. അതുപോലെ കുറച്ച് ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി, ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഇത് ശരിക്കൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി നമുക്കതിലേക്ക് കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. കിഴങ്ങ് ആ വേവിച്ചെടുത്ത വെള്ളം കൂടി ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. ഞാനിപ്പോൾ അതിൽ വറ്റിയതുകൊണ്ട് കുറച്ച് അഡീഷണലായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലവണ്ണം ഇളക്കിയിട്ട് ഇതിൽ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ നന്നാവും. വലിയ കഷ്ണങ്ങളാകുമ്പോൾ ഒരു ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നത് നന്നാവും. ഇനി നമുക്കിത് ഒരു കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഭാജി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. പൂരിക്ക് നല്ല കോമ്പിനേഷനാണ് ഭാജി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.